കോൺഗ്രസിന്റെ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ CPM-ന്റെ അന്തർധാരണയും എല്ലാം മനസ്സിലാക്കി 35 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, നിയമം ജനങ്ങളെ എന്നെ വളരെ സ്നേഹിക്കുന്നു. എനിക്ക് കിട്ടിയ വോട്ടും അനുഗ്രഹവും പിന്തുണയും അത് 35 ദിവസത്തിൽ. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ജീവിതത്തിൽ മറക്കില്ല, എന്റെ ഒരു നന്ദിക്കടപ്പാടായിട്ട് ഞാൻ എപ്പോഴും കാണും എന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയും പോയില്ല, ഞാൻ മന്ത്രിയായിരുന്നില്ല, എന്റെ MP സ്ഥാനം ടേം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ ഒരു വീട് വാങ്ങി. ഞാൻ കൊടുത്ത വാഗ്ദാനം വികസിത തിരുവനന്തപുരം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊരു തീരുമാനം ഞാനിവിടെ കുറെ മാസം ഇവിടെ താമസിച്ചു. എന്റെ ചെറിയ ഒരു ലെവലിൽ ഞാൻ പ്രവർത്തിക്കാൻ ഒരു ശ്രമം നടത്തി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് മാർച്ച്, ഒരു കൊല്ലം മുമ്പേ, ഇതേ മാസം ഒരു കൊല്ലം മുമ്പേ ഇതേ ദിവസം എന്നോട് പ്രധാനമന്ത്രി നഡ്ഡാജി വിളിച്ച് പറഞ്ഞു, താങ്കൾക്ക് ഒരു പുതിയ ഉത്തരവാദിത്വം തരുന്നുണ്ട്, അത് BJP സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നേമം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട്. ഞാൻ വളരെ ഭാഗ്യവാനാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം എന്റെ പാർട്ടി തന്നു. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നു എന്നെ അനുഗ്രഹിക്കാനും എന്റെ ഈ ക്യാമ്പയിന്റെ ഭാഗമാവാൻ വന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു, നമസ്കാരം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും അതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിന് വേണ്ടിയിട്ടും നിയമത്തിന് വേണ്ടിയിട്ടും ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നാടിന്റെ നിയമത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരം തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ഒരു കഴിഞ്ഞ എത്ര കൊല്ലമായി നടക്കുന്ന മത്സരം പോലെ എല്ലാ BJP മത്സരിക്കുന്നത്. ഓരോരോ സീറ്റ്, നേമം മുതൽ മഞ്ചേശ്വരം വരെ, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഓരോരോ സീറ്റിനെ മത്സരിക്കുന്നത് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരാനാണ്. അപ്പോ ഈ ഇലക്ഷൻ ഞാനിവിടെ നിൽക്കുന്നത് ഒരു പദവിക്കോ ഒരു MLA ആവാനോ അതിനല്ല. ഒരു വാശിയുണ്ടെങ്കിൽ നിയമത്തിന് ഒരു വികസിത നിയമമാക്കണം എന്നൊരു വാശിയാണ്. നിയമം വികസിച്ചാൽ തിരുവനന്തപുരം വികസിക്കും, തിരുവനന്തപുരം വികസിച്ചാൽ കേരളം വികസിക്കും. ഇതാണ് BJP